ഹലോ മൈ ഡിയർ ഗൈസ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് വന്നതാണ്, വേറെ ഒന്നും ആയിട്ട് വന്നതല്ല. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തി വെച്ചാൽ നമ്മൾ ലോജിസ്റ്റിക്സ് ഒക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ് നമ്മൾ നേരെ കോയമ്പത്തൂർ വെയർ ഹൗസിൽ പോയി. അവിടെ ഏകദേശം ഒരു 4-5 മാസം വർക്ക് ചെയ്തിരുന്നു. അവിടെയും നമ്മൾ പിന്നെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നിട്ട് നമ്മൾ നേരെ പോയത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂരിൽ നമ്മൾ പോയിട്ട് ഒരു സ്കാമിലും കാര്യങ്ങളിലൊക്കെ പെട്ട് ആകെ ചൊറായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നിട്ട് നമ്മൾ നേരെ പോയത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തിന് ഏകദേശം 6 to 1 year ഉള്ളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, അവിടുന്നാണ് നമുക്ക് ഒരു ചെറിയ, ഞാൻ പറഞ്ഞില്ല, ഒരു രോഗം വന്നതിന് നമുക്ക് എന്നില്ലേ, അവിടുന്നാണ് നമുക്ക് മഞ്ഞപ്പിത്തം പിടിയിട്ട്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ അവിടെ തന്നെ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാക്കി. അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പറയാതിരിക്കണ നല്ലത്. കാരണം അത്രക്ക് മോശമാണ്. ഞാൻ കടന്നല്ല ടൈമിലുള്ള കാര്യം പറഞ്ഞു. ഒരു ബെഡ്മ 3 ആള്, അതിന്റെ താഴെ നമ്മൾ ആ ബെഡ്മെന്ന് ഇറങ്ങി അവിടെ ചോട്ടൂല, അവിടെ താഴെ ആൾക്കാർ, അത്രയും ജനങ്ങള്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവസ്ഥ ദയനീയാണ്, പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കടന്നല്ല അവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെ അവിടുത്തെ ചെക്കന്മാരൊക്കെ പാടെ എൻ്റെ പെരക്കാരെയും കാര്യങ്ങളൊക്കെ വിളിച്ചെടുത്തിട്ട് നേരെ നമ്മൾ നാട്ടിലേക്കുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നത് വേറൊരു കഥയാണ്. നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അവിടുന്ന് ചെക്കന്മാർ നേരെ എടുത്ത് ട്രെയിനിക്ക് വെച്ചു എന്ന് തന്നെ പറയാം. എന്നിട്ട് അവിടുന്ന് നാട്ടിലേക്ക് എത്തണവരെ ആകെ ക്ഷീണായിരുന്നു. നമുക്ക് നീച്ചാണ്ട് ഒന്നിനും വയ്ക്കണമില്ല. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മള് ട്രെയിനിൽ നിന്ന് ഇറങ്ങണല്ലോ, ട്രെയിനിങ് നമുക്ക് വേണ്ടി നിർത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ചെക്കന്മാരൊക്കെ പാടെ വന്ന് നമ്മളെടുത്ത് വീണ്ടും കാർക്കിട്ട് നേരെ നമ്മൾ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റി. പിന്നെ അത്യാവശ്യം നല്ലൊരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ അവിടുന്ന് മാറ്റിച്ചു. പിന്നെ അവിടെ ഒരു 7-8 ദിവസം നമ്മൾ കടന്നുകൊള്ളു ആ ഹോസ്പിറ്റലിൽ. അതും അവിടുത്തെ ഇതാക്കണ ഗ്ലൂക്കോസ് ആയിട്ട് നമ്മൾ ഛർദ്ദിക്കുന്നു. അത്രയും സിറ്റുവേഷനാണ് നമ്മളിത്. അത് പറഞ്ഞപ്പോ മനസ്സിലാവില്ല. അപ്പൊ പറയുമ്പോ നമ്മൾ എന്തോ ചെറിയ കാര്യം പറയണ മാതിരി തോന്നുള്ളൂ. അപ്പോ അവിടുന്ന് നമ്മള് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് നമ്മളെ പെരയ്ക്ക് വന്നു. പെരയിൽ നമ്മൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ പറ്റിയൊരു വീഡിയോ അല്ല. അപ്പോൾ ബാക്കി പിന്നെ